കാരുണ്യവാനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ സർവസ്തുതികളും സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളും, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഡയലോഗ് സെൻറ്റർ കേരള ഇതുപോലെയുള്ള പരിപാടികൾ വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്നുകൊണ്ട് പല സ്വഭാവത്തിൽ നിരന്തരമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൻ്റെ പരിപാടികളിൽ ഏതോ നിലയ്ക്ക് പങ്കെടുത്തവരായിരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകളും. ഇന്നത്തെ നമ്മളുടെ ഈ ഒത്തുകൂടലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി, കുടുംബം, സമൂഹം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ്. ഇങ്ങനെ ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ വലിയ ചില ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണെന്ന് ഈ പരിപാടി കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടി വ്യക്തമാവുക. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ഇന്ന് പരസ്പരം അടുക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെ ഉണ്ടായിട്ട് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. മുമ്പാരോ സൂചിപ്പിച്ചത് അമേരിക്കയിലേക്ക് അകലം കുറയുകയും അയൽ വീട്ടിലേക്ക് അകലം കൂടുകയും ചെയ്ത ഒരു കാലമെന്നാണ്. ഇതിന് കാരണം, അമേരിക്കയിലേക്ക് അകലം കുറയാനുള്ള കാരണം മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിയാണ്. ഈ അയൽ വീട്ടിലേക്കുള്ള അകലം കൂടാനുള്ള കാരണം മനുഷ്യൻ്റെ ധാർമ്മികമായ അധോഗതിയാണ്. അപ്പം ഇങ്ങനെ ഭൗതികതയിൽ പുരോഗതിയും മാനവികതയിൽ അധോഗതിയും എന്ന ഒരു തലത്തിലാണ് മനുഷ്യൻ ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള മലിനീകരണങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അല്ലെ, ജലമലിനീകരണം, അതുപോലെ വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അല്ലെ ആകമൊത്തം പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ പറയുന്ന ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മലിനീകരണം മനസ്ഥിതി മലിനീകരണമാണ്. ഇത് എത്രത്തോളം എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, മുബാര സൂചിപ്പിച്ചത് സ്വർണം പോലും തുരുമ്പ് പിടിക്കുന്ന ഒരു കാലമെന്നാണ്. അപ്പോൾ പിന്നെ ഇരുമ്പിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഈ ഒരവസ്ഥയിലേക്ക് ഇല്ല, മനുഷ്യ മനസ്സുകൾ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് പരിഹാരങ്ങൾ തേടുക എന്ന് പറയുന്നത് അല്ല, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന, നന്മയെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കറിയാൻ പറ്റും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യക്തി നന്നാവേണ്ടതുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ നന്നാവണം, അല്ലെ സമൂഹവും രാഷ്ട്രവും ലോകവും ഒക്കെ നന്നാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് മനുഷ്യനെ ഈ നന്നാക്കണമെങ്കിലുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അറിവ് പകരുക എന്നുള്ളതാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട്. പിന്നെ വിക്ടർ ഹ്യൂഗോ എന്ന ഫ്രഞ്ച് ചിന്തകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു വിദ്യാലയം തുറന്നാൽ 2 കാരാഗ്രഹങ്ങൾ അടച്ചിടാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അറിവ് നൽകിക്കൊണ്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാം. കുഞ്ഞുണ്ണി മാഷ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, ഇത് വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. അല്ലെ, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അറിവ് നൽകിക്കൊണ്ടാണ് നേരായ വഴിയിൽ നയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മനുഷ്യൻ വളഞ്ഞു പോകുന്നു. പക്ഷെ നമ്മളുടെ മുമ്പിലുള്ളൊരു പ്രശ്നം, വായിക്കാതെ അല്ലെ ഒരാളും ഡോക്ടറാവുന്നില്ലല്ലോ. അല്ല, വായിക്കാതെ ഒരാളും ഡോക്ടറാവുന്നില്ല. പക്ഷെ നമ്മൾ പത്രത്തിൽ ചിലപ്പോൾ വാർത്ത വായിക്കുമ്പോൾ അല്ലേ, ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്നല്ല വായിക്കുന്നത്, അടിച്ചു മാറ്റി എന്നുള്ള വിവരമാണ്.
ഇത് ഈ ഡോക്ടർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, അറിവുണ്ട്. പക്ഷേ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പോൾ വായിക്കാതെ ഒരാളും അധ്യാപകനാവുന്നില്ല. അങ്ങനെയാണല്ലോ. നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് എന്താണ്? അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ചു എന്നല്ല. അതിന് പകരം അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. അക്ഷരത്തെറ്റ്. ഈ അക്ഷരത്തെറ്റ് ജീവിതകഥയിൽ സംഭവിക്കുന്നതാണ്. ഈ ജീവിതകഥയിൽ അക്ഷരത്തെറ്റ് വരാനുള്ള കാരണം അറിവില്ലായ്മയല്ല. പിന്നെന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം? അറിവില്ലായ്മയല്ല, തിരിച്ചറിവില്ലായ്മയാണ്. അപ്പോൾ ഈ തിരിച്ചറിവിൻ്റെ ഉറവിടം തേടൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അറിവ് മനുഷ്യന് ആവശ്യമാണ്. എന്തിന്? അത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്കാണ്. തിരിച്ചറിവ് പക്ഷേ മനുഷ്യന് ആവശ്യം അവൻ്റെ ധാർമ്മികമായ, മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള അവൻ്റെ നാഗരിക പുരോഗതിക്കാണ്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണ് എന്നതൊരറിവാണ്. പക്ഷെ അത് എനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ് എന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവനും കള്ളനായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് മുമ്പ് ആരോ സൂചിപ്പിക്കുന്നുണ്ട്, അറിവില്ലാത്തവൻ തേങ്ങ മോഷ്ടിക്കുമ്പോൾ അറിവുള്ളവൻ തെങ്ങിൻ തോപ്പുകൾ മോഷ്ടിക്കുന്നു എന്നാണ്. അറിവ് കൂടി എന്നതുകൊണ്ട് മനുഷ്യൻ എന്താവുന്നില്ല, അങ്ങനെയുണ്ടല്ലോ. മാത്രമല്ല, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലെയും ഇത് ബാധിക്കും. ഇപ്പോൾ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ കാണുമ്പോൾ അതൊരു സ്ത്രീ ആണ് എന്നതൊരറിവാണ്. സ്വന്തം സഹോദരിയെ, മകളെ കാണുമ്പോൾ അത് സ്ത്രീയാണെന്നതൊരറിവാണ്. അത് സ്ത്രീ മാത്രമല്ല, അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ്. ഇതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലാതെ വന്നാൽ പിന്നെ സമീപനങ്ങൾ മാറും. അങ്ങനെ സമീപനങ്ങൾ മാറിയ ദുരന്തങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തു വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്, അകത്ത് പക്ഷേ ഇതിന് കാരണം അറിവില്ലായ്മയല്ല. അതിനപ്പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആവാം എന്ന് തന്നെ പഠിപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ആ ഒരു തലത്തിലേക്ക് മാറിയ ഒരു കാലത്താണ് നമ്മൾ. വ്യക്തി, കുടുംബം, സമൂഹം, ഈ വിഷയത്തിൽ ദൈവികമായ അധ്യാപനം എങ്ങനെയാണ്, എന്താണ് പറയുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ വിശകലന വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിനേക്കാൾ പ്രധാനമാണത് മനുഷ്യൻ ആവണമെങ്കിൽ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ഒരു ബോധം അതിൻ്റെ ഒരു അടിത്തറയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കാൻ, എങ്ങനെ ജീവിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു പരിധി വരെയുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് നന്മയും തിന്മയും, അല്ലെ, സത്യം, ധർമ്മം, അല്ലെ, നീതി, അനീതി, ഇങ്ങനെ ഏത് തലത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാം. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിനും കഴിയുന്ന മനുഷ്യൻ അനീതിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, അല്ലെ, തെറ്റായ മാർഗത്തിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് വരുന്നിടത്ത്, നയിക്കുന്നിടത്ത് ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ഒരു ബോധത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ ഈ CCTV ഒക്കെ ഉണ്ട്, ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുത്തത്തിലൊക്കെ ഒരു ശ്രദ്ധ അങ്ങോട്ട് കൂടും. അങ്ങനെ ഉണ്ടല്ലോ. ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധ കൂടും. ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ഒരു തോന്നൽ പ്രധാനമാണ്. പക്ഷെ അതൊരു വെറും തോന്നലായാൽ പോരാ, അതിനപ്പുറത്ത് അതൊരു യാഥാർത്ഥ്യ ബോധമായി മാറുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തിരിച്ചറിവിൻ്റെ അടിത്തറ പാകുന്നിടത്ത് വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഈ മുമ്പ് വോൾട്ടയർ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഉണ്ടല്ലോ. പാൽക്കാരൻ ഒരു ഡിഗ്രി സ്കോളർ ആവണം എന്നല്ല, ദൈവവിശ്വാസി ആവണം. കാരണം അദ്ദേഹത്തിന് ദൈവവിശ്വാസമൊന്നുമില്ല. പക്ഷെ പാൽക്കാരൻ അങ്ങനെ ആവുന്നതാണ് ഇഷ്ടം. കാരണം എന്താ? പാൽക്കാരൻ ഇങ്ങനെ ഒരു ബോധം, യഥാർത്ഥത്തിലുള്ള ഒരു ദൈവബോധം ഉണ്ടെങ്കിൽ പാലിൽ വെള്ളം ചേർക്കില്ല. ഒരു ഡിഗ്രി സ്കോളറായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനപ്പുറത്ത് മനുഷ്യനെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് വിശ്വസിക്കാവുന്നവനാക്കാവുന്ന ഒരു മൗലികമായ ഇത് പറയുമ്പോൾ അതിങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യബോധമായിട്ട് മാറേണ്ടതുണ്ടല്ലോ. അതൊരു യാഥാർത്ഥ്യമാണോ? വ്യക്തി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ യഥാർത്ഥത്തിൽ അവൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നതിനെന്താണ് യഥാർത്ഥത്തിൽ തെളിവാണ്. പക്ഷെ അത് തെളിവാവുന്നത് എങ്ങനെ, എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവനവൻ്റെ ബുദ്ധിയെ, അവനവൻ്റെ യുക്തിയെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. യുക്തിവാദത്തിൽ നിന്ന് യുക്തിബോധത്തിലേക്ക് മനുഷ്യൻ ശരിയായ അർത്ഥത്തിൽ ചിന്തയെ തിരിച്ചാൽ അവന് കണ്ടെത്താവുന്ന ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമാണെന്ത്. കാരണം ഏതൊരു വ്യക്തി, ഇപ്പം നമുക്കറിയാൻ പറ്റും, ഒരു വ്യക്തി ശരിക്കും രൂപപ്പെടുന്നത് ഇണചേരലിലൂടെയാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇണചേരുക എന്ന് പറയുന്നതിനെ തന്നെ, കാരണം ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ചുരുക്കമാണ്.
ഇണചേരുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതൊരു മഹാത്ഭുതമാണ്. അങ്ങനെയുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ അതിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു വലിയൊരു മഹാദൃഷ്ടാന്തമായിട്ട് ഈ ഇണകളായി സൃഷ്ടിച്ച കാര്യത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ആണിനെ കണ്ടുകൊണ്ട് പെണ്ണിനെ, അല്ലെ, പെണ്ണിനെ കണ്ടുകൊണ്ട് ആണിനെ തേടുന്ന പെൺവികാരം, അല്ലെ, പെണ്ണിനെ തേടുന്ന ആൺവികാരം, പരസ്പര പൂരകമായ ശരീരപ്രകൃതം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഇണചേരേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്, വംശവർദ്ധനവ് എന്ന് പറയുന്ന ഒന്ന്. അപ്പം ഇണചേരുക എന്നതും വംശവർദ്ധനവ് ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ആയി ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയല്ല, ഒരു പ്ലാനിങ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാനിങ്, ഒരു പെണ്ണും ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്ലാനിങ് ഒരാണും ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നത് ഒരു പ്ലാനിങ്ങോട് കൂടിയാണ്. കാരണം അതിൽ ആ ഘടകങ്ങൾ പരസ്പരം, എന്തെല്ലാം ഘടകങ്ങൾ പരസ്പരം ചേരുമ്പോഴാണ് ഒരു ഇണചേരൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുക. ഇത് എങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് പറയുമ്പോൾ യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ലല്ലോ. പക്ഷെ ഇതിൽ ഓരോ കാര്യങ്ങളും രൂപപ്പെട്ടു വന്നത് ഉദ്ദേശപൂർവ്വമാണല്ലോ. നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ ആരാണ് ഇത് ഉദ്ദേശിച്ചത്? ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ആസൂത്രകൻ ഉണ്ടാവണ്ടേ, അല്ലേ? ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഒരാസൂത്രകൻ ബുദ്ധിശൂന്യതയിൽ നിന്ന് ആസൂത്രണം ഉണ്ടാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല, ഇപ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്ന ഒരു കുഞ്ഞ് അതിനിങ്ങനെ ആ ഇരുട്ടറയിൽ കടന്നിങ്ങനെ വളരുന്ന സമയത്താണ് വെളിച്ചത്തിൽ കാണാവുന്ന കണ്ണുകൾ രൂപപ്പെടുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഗർഭാശയത്തിൽ വെച്ച് കാണാനല്ല, പുറത്തിറങ്ങി കാണാൻ വേണ്ടി അകത്ത് കണ്ണുകൾ ഉണ്ടാകുന്നു. പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരുമെന്ന വിവരം അകത്ത് വളരുന്ന കുഞ്ഞിനില്ലല്ലോ. അല്ല, എൻ്റെ കുട്ടിക്ക് 2 കണ്ണുകൾ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഇതിൽ ഇടപെടുന്നില്ലല്ലോ. പക്ഷെ ജനിച്ചു വീഴുമ്പോൾ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ണുകളുണ്ട്. ഇത് നമ്മളാരും തീരുമാനിച്ചതോ ഉദ്ദേശിച്ചതോ അല്ല, മാതാപിതാക്കളും ഇടപെട്ടിട്ടില്ല. എങ്കിൽ പിന്നെ ആര് തീരുമാനിച്ചു? അതിങ്ങനെ വെറുതെ സംഭവിച്ചു എന്ന് പറയുന്നിടത്ത് നമ്മളുടെ യുക്തിബോധം എത്രത്തോളം, അല്ലെ, നമ്മളുടെ മനസാക്ഷി എത്രത്തോളം അതിനോട് യോജിക്കുന്നുണ്ട്? യാദൃശ്ചികമായിട്ട് ഉദ്ദേശപൂർവ്വം കാര്യം നടക്കുകയില്ലെന്ന കാര്യം ഏതൊരു സാമാന്യ ബുദ്ധിക്കും ബോധ്യമുള്ള കാര്യമാണ്. എങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ മനസ്സിലാകുമെന്ത്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുമെന്ത്, ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രകൻ്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല അതിൻ്റെയൊക്കെ സ്ഥാനം നോക്കുക. നമ്മൾ ഇപ്പോൾ കണ്ണുകൾ നമുക്കൊക്കെ ഒരു നിശ്ചിത സ്ഥാനമുണ്ട്. ഇന്നേ വരെ ലോകത്ത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറോ ഒരു ശാസ്ത്രജ്ഞനോ ഈ കണ്ണുകൾ വേണ്ടിയിരുന്നത് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. നമ്മളെ കാതുകൾ, അവയവങ്ങൾ ഓരോന്നെടുത്ത് നോക്കുക, അതങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇന്ന സ്ഥലത്തല്ല വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ രൂപപ്പെട്ടതല്ല, വേണ്ടിടത്താണ് രൂപപ്പെട്ടത്. അതുണ്ടാവേണ്ടിടത്താണ് ഉണ്ടായത്. കാരണം അങ്ങനെ ഉണ്ടായാലേ എന്താവുള്ളൂ, അത് ഉപയോഗപ്പെടുകയുള്ളൂ. പക്ഷെ ഇത് നമുക്കറിയില്ല. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് വേണ്ടി ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഇത് യാദൃച്ഛികം എന്ന് പറഞ്ഞ് തള്ളാനുള്ള ന്യായം യഥാർത്ഥത്തിൽ എന്താണ്? ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കുക, എണ്ണം പോലും അങ്ങനെയാണ്. ഇപ്പോൾ കാല് 2 എണ്ണമാണ്, 3 എണ്ണമായാലും പ്രശ്നമല്ലേ? 4 എണ്ണമായാലും പ്രശ്നമാണ്, 1 ആയാലും പ്രശ്നമാണ്. അത് 2 എണ്ണം തന്നെയാണ് ഈ ഒരു ഘടനയിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ളത്. ഘടന മാത്രമല്ല, അതിൻ്റെ ഓരോ സംവിധാനങ്ങളും. ഇപ്പം എൻ്റെ കൈവിരലുകൾ 4 വിരലുകൾ ഇങ്ങോട്ട്, ഒരു വിരൽ മാത്രം മറ്റൊരു ദിശയിലേക്ക്. ഇതെന്തിനാണ് ഒരുത്തനെ മാത്രം ദിശ തിരിച്ചു വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഉപയോഗപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പേന പോലും പിടിക്കാൻ നമുക്കിത് ഉപയോഗപ്പെടുകയില്ല. പക്ഷെ കയ്യിനതറിയില്ല, നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടി എൻ്റെ കൈ ഇങ്ങനെ തന്നെ വേണം എന്ന് തീരുമാനിച്ചതിൽ ആർക്കാണ് പങ്കുള്ളത്? മാതാപിതാക്കൾക്കോ ആർക്കും പങ്കില്ല. പക്ഷേ ഈ ഒരു ആസൂത്രണം നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ഇത് എവിടെ ഇല്ലാത്തത്? ഏത് കാര്യത്തിലാണ് ഇല്ലാത്തത്? അല്ലേ, അതിങ്ങനെ പറഞ്ഞാൽ അവസാനിക്കില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ, ഓരോന്ന് സംവിധാനിച്ചതിൻ്റെ പിന്നിൽ മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ രോമവും ഓരോ കോശവും എല്ലാത്തിനും ധർമ്മങ്ങളുണ്ട്. അതിനനുസരിച്ച് കയ്യിൽ രൂപപ്പെടുന്നു വരുന്ന. അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈ രേഖകളുണ്ട്. ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത് ഭാവി പറയാൻ വേണ്ടിയിട്ട് എന്തോ ആണെന്നാണ്. കുരങ്ങുകൾക്കും ഉണ്ട് ഇത്, അങ്ങനെയാണല്ലോ. മാത്രമല്ല, ഇത് എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ രേഖകളെല്ലാം പുറത്തേക്കും കൂടെ തള്ളി വരും. ഒന്നും മുറുക്കി പിടിക്കാൻ കഴിയില്ല. കൈരേഖകളുടെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസപേശികളെ അസ്ഥികളോട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മമാണ്. അപ്പോഴേ ഈ കൈ നമുക്ക് ഉപയോഗപ്പെടുള്ളൂ. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല, കയ്യിനും ഇതറിയില്ല. പക്ഷെ നമുക്ക് വേണ്ടി ഇങ്ങനെ ആയിട്ടുണ്ട് എന്നതാണ്.
അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന അതിന് പോലും ധർമ്മമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പോലും എന്തുണ്ട്? മഹത്തായ ധർമ്മങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് അല്ലെ, കുഞ്ഞ് നിലവിളിക്കുന്നു, ഭക്ഷണം ആവശ്യമുണ്ട്, വിശക്കുന്നുണ്ട്, അല്ലെ, പഴങ്ങൾ പറ്റൂലല്ലോ, പച്ചക്കറി നമ്മളുണ്ടാക്കുന്ന അല്ലെ, പുട്ട്, ദോശ, ഇതൊന്നും ഒരു ചെറിയ കുഞ്ഞിന്, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് പക്ഷെ അവന് ഭക്ഷണം ആവശ്യമുണ്ട്, അല്ലെ, കുഞ്ഞിന് ഭക്ഷണം ആവശ്യമുണ്ട്. ഭക്ഷണം പക്ഷെ രൂപപ്പെടുന്നുണ്ട്, ആരും അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, കുഞ്ഞറിയാതെ മാതാവിന്റെ സ്ഥാനത്തിൽ അമ്മിഞ്ഞപ്പാല് രൂപപ്പെടുകയാണ്. ആർക്ക് വേണ്ടി? കുഞ്ഞിന് വേണ്ടി. ആരറിയാതെ? മാതാവ് അറിയാതെ. ആരറിയാതെ? പിതാവ് അറിയാതെ, സമൂഹത്തിൽ ആരോരും അറിയാതെ ഒരു കുഞ്ഞിന്റെ ആ സന്ദർഭത്തിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാകുന്ന അമ്മിഞ്ഞപ്പാലിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ലോകത്ത് ഒരു ദോഷവും ഇല്ലാത്ത ഗുണം മാത്രമുള്ള ഒരു ആഹാരവും മനുഷ്യൻ പാകം ചെയ്യുന്നില്ല, ഒരടുക്കളയിലും പോകുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദോഷവും ഇല്ലാത്ത ഗുണം മാത്രമുള്ള എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന സമീകൃതമായ ആഹാരം. ഇത് യാദൃശ്ചികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുന്നത്? ഏത് ബുദ്ധിക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അത് യാദൃശ്ചികമാവുന്നത് എങ്ങനെയാണ്? അപ്പം ഈ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒന്നുണ്ട്. മാത്രമല്ല ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ മാതാവ് മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ അതിങ്ങനെ ഉറിഞ്ചി കുടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉറിഞ്ചി കുടിക്കാൻ ഒരു കുഞ്ഞിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏത് ഡോക്ടർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? അതിന് വരെ എന്തുണ്ട്? ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചെറുതാണെന്ന് തോന്നും, പക്ഷേ വളരെ വലിയ വലിയ അതായത് ദൈവത്തിൻ്റെ ഒരു അസ്തിത്വം മാത്രമല്ല, അല്ല, ദൈവത്തിൻ്റെ ഏകത്വവും മഹത്വവും എല്ലാം മനുഷ്യൻ സൃഷ്ടികളെ നോക്കി ചിന്തിച്ചാൽ മനുഷ്യന് ബോധ്യപ്പെടും. കാരണം മനുഷ്യൻ അതിനുള്ള കഴിവുണ്ട്, മനുഷ്യൻ്റെ കഴിവ്, അവനൊരു യുക്തിയുണ്ട്. ആ യുക്തി മനുഷ്യനോട് പറയുന്നത്, യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള മനുഷ്യൻ്റെ ശേഷിയാണ്. പുക കണ്ടാൽ അറിയാം എവിടെയോ തീ ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരു മേശ കണ്ടാൽ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കഴുതയ്ക്കും മേശയെക്കുറിച്ച് അറിയാം, പക്ഷെ മേശയുടെ പിന്നെ ഒരു ആശാരിയുടെ കരവിരുതിനെ കുറിച്ച് അവയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ മനുഷ്യൻ അത് മനസ്സിലാവും. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മേശ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ആശാരിയെ, ഗ്രന്ഥം കണ്ടാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ഗ്രന്ഥകർത്താവിനെ മനുഷ്യൻ അറിയാം എന്നതുപോലെ, ശില്പം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ശില്പിയെ മനുഷ്യൻ അറിയാം എന്നതുപോലെ, സൃഷ്ടികളെ കണ്ടാൽ മനുഷ്യൻ അതിൻ്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ അറിയാം. അവൻ ചിന്തിച്ചാൽ അവന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരന്തരമായി സൃഷ്ടികളെ നോക്കി ചിന്തിക്കുവാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടും തൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന യാഥാർത്ഥ്യം. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നെന്താ? വേറൊരു അർത്ഥം എന്താണ്? നമ്മളിന്നിപ്പോൾ ദൈവങ്ങളുടെ പേരിലും മതങ്ങളുടെ പേരിലല്ലേ ഭിന്നിച്ചിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനുഷ്യന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിക്കാവുന്ന, മനുഷ്യരെന്നുള്ള നിലയ്ക്ക് മനുഷ്യന് ചേർന്ന് നിൽക്കാവുന്ന, ഒന്നിക്കാവുന്ന ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം വേറെന്താ എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ മനുഷ്യരുടെയും ദൈവം ആ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ, ഈ തലശ്ശേരിയിൽ മാത്രമല്ല, അന്ന് അമേരിക്കയിലും അങ്ങ് ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊരു സമുദായത്തിൻ്റെ, ജാതിയുടെ, അതൊക്കെ നമ്മളാക്കിയതാ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഭാഗം വെച്ച് വീതിച്ചെടുത്ത് മഹാപാപികളായി പോയതാണ്. അതിനപ്പുറത്ത് നമ്മൾ അല്പം ഒന്ന് ആലോചിച്ചാൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിയും. അപ്പോൾ നമുക്ക് ചില വസ്തുതകൾ നമുക്ക് ബോധ്യപ്പെടും. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ, സൃഷ്ടികളെ നിരീക്ഷിച്ചാൽ സൃഷ്ടാവിൻ്റെ ഒരു സാന്നിധ്യത്തെ മനുഷ്യന് കൃത്യമായി ബോധ്യപ്പെടും എന്ന് മാത്രമല്ല, ശരിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിവാദം എന്ന് പറയുന്ന, അപ്പം യുക്തിവാദത്തിൽ നിന്ന് വ്യക്തിവാദം, അങ്ങനെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പോയിട്ട് മനുഷ്യൻ തന്നെ സ്വയം എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തത്തെ തന്നെ ദൈവമാക്കുന്നിടത്തേക്കൊക്കെ കാര്യങ്ങൾ എത്തണം. അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക്. മാത്രമല്ല അത് എത്രത്തോളം എത്തുന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പം മൈ ബോഡി മൈ ചോയ്സ്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ചിലതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വരുമല്ലോ. അപ്പോൾ ഒരു വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ ഈ വ്യക്തിവാദം ശക്തിപ്പെട്ട് അത് ആളുകളിൽ പല പല മുദ്രാവാക്യങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇപ്പോൾ മൈ ബോഡി മൈ ചോയ്സ്. ഒരു പക്ഷേ ലോകത്തിൽ ഇത്ര അന്തം കെട്ട അല്ലെങ്കിൽ ഇത്ര വിവരം കെട്ട വേറൊരു പ്രയോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അവനവൻ ഞാൻ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ എന്ത്, അങ്ങനെയാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അതാണ് പഠിപ്പിക്കപ്പെടുന്നത്, അതനുസരിച്ച് ജീവിക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ദുരന്തം എന്താ? അതും എൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിച്ചാലും അത് സൃഷ്ടിക്കുന്ന ദുരന്തം പരിശോധിച്ചാലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെടും. കാരണം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേൽ ഞാൻ തന്നെയാണ് പരമാധികാരി. അതുകൊണ്ട് വേറെ ആരും ഇതിൽ ഇടപെടേണ്ട കാര്യം ഇല്ല. ഇതാരാ ഈ പറയുന്നത്? ഇത് പറയുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ശരിക്കും നമ്മളിങ്ങനെ ഇത് പറയുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നല്ല
ചൂടുള്ള ചായ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് തുമ്മാൻ വന്നാൽ ഇതങ്ങോട്ട് തുമ്മി ഈ ചായ ഇതെല്ലാം കൂടി തട്ടിത്തെറിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വന്തം തുമ്മൽ വരെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യനാണ് പറയുന്നത് എന്ത്, എൻ്റെ മേൽ ഞാൻ തന്നെയാണ് എന്ത് എൻ്റെ പരമാധികാരി. സ്വന്തം തുമ്മൽ വരെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ലാത്ത അത്രത്തോളം പരിമിതനാണ് മനുഷ്യൻ. അങ്ങനെയാണല്ലോ. മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഈ മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാരും നമ്മളുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ ജനിച്ചത്. നമ്മൾ എവിടെ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ. ഏത് കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് നമ്മൾ ആരും തീരുമാനിച്ചതല്ല. മാതാപിതാക്കൾ നമ്മൾ സെലക്ട് ചെയ്തതല്ല. അങ്ങനെയാണല്ലോ. ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങോട്ട് ജനിച്ചു വീണു. ഇനി ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല, സുഖം മാത്രം ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളറിയാതെ ദുഃഖങ്ങൾ കടന്നു വരുന്നു. അവനവൻ്റെ ഇഷ്ടപ്രകാരമല്ല സുഖ ദുഃഖങ്ങൾ. എല്ലാവരും ദാരിദ്ര്യം ആഗ്രഹിക്കുന്നില്ല, സമ്പന്നതയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളറിയാതെ തന്നെ ദാരിദ്ര്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയല്ല സുഖദുഃഖങ്ങൾ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളുടേതായ ഒരു ആഗ്രഹപ്രകാരമല്ല കാര്യങ്ങളൊന്നും നടന്നു വരുന്നത് എന്ന ഒരു വസ്തുത നേർക്ക് നേരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ജീവിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകപ്പെട്ട കഴിവുകളുണ്ട്. ആ കഴിവുകൾ പോലും ഉപയോഗിക്കാൻ ഒരുപാട് പരിമിതികളോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെ കണ്ണ് കൊണ്ട് കാണാൻ മാത്രമേ കഴിയുള്ളൂ, കേൾക്കാൻ കഴിയില്ല. എൻ്റെതാണ് കണ്ണെങ്കിലും എനിക്കെൻ്റെ നാവ് കൊണ്ട് പറയാം, പക്ഷെ പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനല്ലോ ഏത് കാര്യം. ഇങ്ങനെ ഇപ്പം എൻ്റെ ഈ കൈ ഇങ്ങോട്ട് വളയ്ക്കാൻ 4 വിരലുകൾ, തിരിച്ചു വളയ്ക്കാൻ കഴിയില്ല. എൻ്റെ തന്നെയാണെങ്കിലും ഈ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അതല്ലേ മനുഷ്യൻ്റെ പരിമിതി എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലാണ് ഈ പരിമിതി ഇല്ലാത്തത്? എല്ലായിടത്തും മനുഷ്യൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിമിതികളുണ്ട്. എൻ്റെ മേൽ എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പം എൻ്റെ കൈയാണെങ്കിൽ ഇതിങ്ങനെ യഥാർത്ഥത്തിൽ എനിക്ക് ചില സന്ദർഭങ്ങളിലുണ്ടോ മനുഷ്യന് സ്ട്രോക്ക് വന്നു എന്നറിയും. ഏത് മഹാനാണെന്ന് പറയുന്നവനും വരും സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവനെ തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൺട്രോളും ഇല്ല. എപ്പോഴും സംഭവിക്കാം. ഇവിടെ ഇരുന്നിരിക്കുമ്പോൾ തന്നെ സംഭവിക്കാം. അത്രേ ഉള്ളൂ. അതിനെന്ന് വെച്ചാൽ അതം കൊണ്ട് എന്തായി മാറും? ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളുള്ള മനുഷ്യൻ പറയാ ഏത് ഞാൻ തന്നെയാണ് എൻ്റെ മേൽ. ഇതൊരു വലിയ സിദ്ധാന്തമാക്കി അവതരിപ്പിക്കാം. എന്നിട്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആനക്കാര്യം പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തെ എന്ത് ചെയ്യുന്നത്, വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വഴിതെറ്റിക്കലാവുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് പരിമിതികൾക്ക് വിധേയമായി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ പരിമിതികളുണ്ട്. ഇത് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്ന പരിമിതികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം മരണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലോ. മരണം പോലും മനുഷ്യൻ്റെ ഒരു കൺട്രോളിലല്ലല്ലോ. അതായത് ജനിക്കുന്നതാകട്ടെ, ജീവിതത്തിലെ സുഖദുഃഖങ്ങളാകട്ടെ, മനുഷ്യന് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ പൂർണ്ണമായ കൺട്രോളിലല്ല. ഏറ്റവും ഒടുവിൽ മരണത്തിൻ്റെ അവസ്ഥ എന്താ? മനുഷ്യന് സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും നടക്കാത്ത സംഭവങ്ങളില്ലേ? ഇപ്പം എൻ്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായത്, ഒരു സഹോദരൻ ആ കുടുംബത്തിൽ എപ്പോഴും ഭാര്യയുമായിട്ടുള്ള ബഹളവും കച്ചറയൊക്കെ ആയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു വെച്ചാൽ മൂപ്പര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറൊക്കെ എടുത്ത് പോയി ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറി, കൊച്ചപ്പുറത്താണ് വഴി, ആളുകളുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തി. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കാരണം ഈ മരിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, ഒക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അദ്ദേഹം കഴുത്തിൽ കയറിട്ടു. അങ്ങനെ അദ്ദേഹം താഴേക്ക് ഇങ്ങോട്ട് ചാടി. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വീണ് കാല് മുറിഞ്ഞ്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ കയറ് കെട്ടി, ആ വെപ്രാളത്തിൽ കൊമ്പിൽ കയറ് കെട്ടാൻ മറന്നുപോയി. ഇതാ സംഭവിച്ചത്. എന്നിട്ട് പിന്നെ ആ വഴിയിലൂടെ പോകുന്ന ആളുകൾ കൊണ്ടുപോയി. പിന്നെ 42 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെന്നൈയിലൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ ആ മരണാനന്തരം എന്നുള്ള പുസ്തകത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി. അടിയിൽ കടന്നുറങ്ങിയിരുന്ന ഒരുത്തൻ്റെ ശരീരത്തിലേക്ക് വീണു. ആ ഉറങ്ങിയിരുന്ന മനുഷ്യൻ മരിച്ചുപോയി. ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. എന്താ സംഭവം? മരിക്കാൻ വേണ്ടി ചാടിയവൻ ജീവിക്കാൻ വേണ്ടി ഉറങ്ങിയവൻ മരിക്കുകയും ചെയ്യുന്ന പരിമിതികൾ ഉള്ളവനാണ് മനുഷ്യൻ. എന്നിട്ട് പറയുകയാണെന്ത്, നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല. അതിനപ്പുറത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്തുണ്ട്, ഈ പരിധിയിൽ നിന്നുകൊണ്ട് ലഭ്യമായ ജന്മത്തെ 2 രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതല്ലാത്ത ഒന്നിനും മനുഷ്യന് കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ കൈ കൊണ്ട് എനിക്ക് തല്ലാനും തലോടാനും കഴിയും. ഈ ഇതിൽ വെച്ചുകൊണ്ട്, ഈ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ നാവ് കൊണ്ട് എനിക്ക് നല്ലതും പറയാം, ചീത്തയും പറയാം. അല്ലെ, എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം,
ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതാണ് മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് മാറുക. കാരണം പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? ജന്മം കൊണ്ടല്ല ഒരാൾ മനുഷ്യനാവുന്നത്. ഇത് ഒരു പട്ടി ജന്മം കൊണ്ട് തന്നെ പട്ടിയായിട്ടാണ് ജനിക്കുക, അല്ലേ? കോഴിയും കഴുതയും പൂച്ചയും അതൊക്കെ അങ്ങനെ തന്നെയാണ്. അതേസമയത്ത് മനുഷ്യൻ ജന്മം കൊണ്ടല്ല മനുഷ്യനാവുന്നത്. മനുഷ്യനാവുന്നത് യഥാർത്ഥത്തിൽ പക്ഷിമൃഗാദികളൊക്കെ ജീവിക്കുന്നത് അവയുടെ പ്രകൃതം അനുസരിച്ചാണ്, നേച്ചർ അനുസരിച്ചാണ്. അവയ്ക്കറിയാം, ഏത് കഴുതയ്ക്കും അറിയാം കഴുതയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ, ഏത് കഴുതയ്ക്കും അറിയും കഴുതയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം സൃഷ്ടിക്കുമ്പോൾ തന്നെ എന്തുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ അതിന് സാധാരണ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ മത്തിത്തലയും സ്വന്തം മലവും വെച്ച് കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി എന്താ ചെയ്യുക? മത്തിത്തലയെ കടിക്കുള്ളൂ, അതിൻ്റെ സ്വന്തം മലം അത് കഴിക്കില്ല. കാരണം അതിനറിയാം. അതേസമയത്ത് മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ചു കൊടുത്തു നോക്കുക, ഇവൻ അല്ലെങ്കിൽ ഇവളത് രണ്ടും പോയി കഴിക്കും. ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ചെയ്യൂല, സ്വന്തം മലം കഴിക്കൂല. പക്ഷെ മനുഷ്യക്കുട്ടി അത് ചെയ്യും. ഇത് കഴിവുകളുണ്ട് മനുഷ്യന് ഒരുപാട്, പക്ഷെ പരിമിതികൾ അതിലേറെയാണ്. ആ പരിമിതികളാണ് യഥാർത്ഥത്തിൽ നികത്തേണ്ടത്. അത് നികത്തുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് മാറുക. അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? വെള്ളം മാത്രമല്ല കുടിക്കുക, കള്ളും കുടിക്കും. അങ്ങനെയാണ്. ചായ മാത്രമല്ല കുടിക്കുക, ചാരായവും കുടിക്കും. കൂലി മാത്രമല്ല വാങ്ങുക, കൈക്കൂലിയും വാങ്ങും. പക്ഷെ ഇതൊന്നും പാടില്ലെന്നാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പക്ഷിമൃഗാദികൾ കൾച്ചർ, അവയുടെ നേച്ചർ അനുസരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യനാവുന്നത് കൾച്ചർ അനുസരിച്ചാണ്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൾച്ചർ അതാണ് പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യനെ പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കുന്നിടത്ത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മനുഷ്യൻ പാലിക്കുന്ന, കാരണം മനുഷ്യൻ്റെ നേച്ചർ അനുസരിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പക്ഷിമൃഗാദികളൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം മൂത്രമൊഴിക്കുക മനുഷ്യൻ്റെ ഒരു നേച്ചറാണ്, പ്രകൃതത്തിലുള്ളതാണ്. മൂത്രമൊഴിച്ചാൽ കഴുകുക എന്നത് ഒരു കൾച്ചറാണ്. വിസർജിച്ചാൽ കഴുകുക. പക്ഷിമൃഗാദികൾക്ക് ഇത് ബാധകമല്ല. അവരങ്ങനെ സൃഷ്ടിപരമായി തന്നെ അങ്ങനെ മനുഷ്യനാവുന്നിടത്ത് ഇങ്ങനെയാണ്. അപ്പോൾ വിസർജിച്ചാൽ കഴുകുക എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ മനുഷ്യൻ്റെ നേച്ചറിലുള്ളത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, അങ്ങനെ ഉണ്ടല്ലോ. അത് പക്ഷെ കൈ കഴുകണം എന്ന് പറയുന്നത് കൾച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അനുവദനീയമാണോ എന്ന് നോക്കേണ്ടതുണ്ട്, ഇത് കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ. ഈ അർത്ഥത്തിൽ മനുഷ്യൻ കൾച്ചർ കൃത്യപ്പെടും, അപ്പോഴാണ് മനുഷ്യൻ രൂപപ്പെടുക. പ്രവാചകന്മാർ ഇത് പഠിപ്പിക്കാൻ വന്നവരാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കേണ്ടത്, അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പഠിപ്പിക്കും. അത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മനുഷ്യൻ പാലിക്കേണ്ട കാര്യങ്ങളിൽ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവികമായ അധ്യാപന പ്രകാരം ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി വളർന്നു വരണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാവേണ്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നല്ല മനുഷ്യനായി വരണമെങ്കിൽ ഉണ്ടാവേണ്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്നാമത്തേത് കുടുംബമാണ്. അത് വ്യക്തി രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല കുടുംബം എന്ന് പറയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടതൊന്നുമല്ല കുടുംബഘടന എന്ന് പറയുന്നത്. ഇത് പ്രകൃതിപരമായി തന്നെ ഉള്ളത് ദൈവികമാണ്. കുടുംബം ദൈവികമായ ഒരു സ്ഥാപനമാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, കാരണം കുടുംബങ്ങളിൽ നിന്നാണ് എല്ലാ മാനവിക മൂല്യങ്ങളും മുളപൊട്ടുന്നത്. ഇത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും ഏത് നോക്കിയാലും മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഇത്തരം മൂല്യങ്ങളൊക്കെ മുളപൊട്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ഭദ്രത വളരെ പ്രധാനമാണ്. ഇന്ന് പക്ഷേ കുടുംബത്തെ തകർക്കൽ വലിയ അജണ്ടയായി ബുദ്ധിജീവികൾ വരെ സമൂഹത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് മനസ്സിലാക്കണം. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹര ഭാഷയിൽ നമ്മൾ കേൾക്കുന്ന കുറേ സാധ്യതകളുണ്ട്. ലിബറലിസം എന്നൊക്കെ പേരിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് കാതൽ സിനിമ സംവിധാനിച്ച സംവിധായകൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചത് എന്താണെന്ന് അറിയോ? എൻ്റെ ഈ സിനിമ കണ്ടിട്ട് ഒരു കുടുംബമെങ്കിലും തകർന്നാൽ ഞാൻ അതിൽ വിജയിച്ചു എന്നാണ്. കാരണം കുടുംബം തകർക്കൽ അജണ്ടയാക്കി വ്യക്തിവാദത്തിൻ്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിക്കുന്ന, മനുഷ്യനെ യഥാർത്ഥത്തിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതുകൊണ്ടുകൂടിയാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കാരണം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു മൗലിക ഘടകം. പക്ഷിമൃഗാദി പോലെ അല്ല മനുഷ്യൻ. അവന് താങ്ങും തണലും എല്ലാം അവൻ ആവശ്യമുണ്ട്. അതിന് കുടുംബം ആവശ്യമാണ്. കുടുംബത്തിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? കുടുംബത്തിൻ്റെ ഒരു പ്രസക്തി ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് കൊറോണ സമയത്താണ്. അങ്ങനെ ഉണ്ടല്ലോ. എല്ലാവരോടും കുടുംബത്തിലേക്ക് മടങ്ങാനാണ് പറഞ്ഞത്.
കുടുംബമില്ലാത്ത സമൂഹങ്ങളിൽ വൃദ്ധരുടെ മരണം അതിൻ്റെ കണക്കെടുത്താൽ നമുക്കത് മനസ്സിലാവും. കാരണം കുടുംബമില്ല, നോക്കാൻ ആളില്ല, എന്ത് ചെയ്യും? സംഭവിച്ചു പോയ സംഗതികൾ അത് വേറെ തന്നെ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞിരുന്നത് ആ കുടുംബം സാധാരണഗതിയിൽ കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഘടന, ഇതിപ്പോൾ ഇണകളായിട്ട് ഭാര്യ ഭർത്താവ്, ഇപ്പോൾ ഒരു പഴയ തലമുറ പുതിയ തലമുറ, ഇങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഇതിൽ കാണുന്നത് അതാണ്. ആ പഴയ തലമുറ എന്ന് പറയുന്നത് ആരാണ്? മാതാപിതാക്കൾ. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മക്കൾ. അങ്ങനെ ഉണ്ടല്ലോ. ഇനി നമ്മൾ നോക്കുക, ഈ കുടുംബം അതെങ്ങനെയായിരിക്കണം, ആ കുടുംബത്തോടുള്ള കടപ്പാടുകൾ, ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും പ്രവാചകന്മാർ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചതാണ്. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു വെച്ച കാര്യമാണ്. അതതിൻ്റെ വിശദാംശങ്ങളോടുകൂടി കാലത്തിന് ഉതകും വിധം അന്ത്യപ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കുടുംബഘടനയിൽ കടപ്പാടുകളെക്കുറിച്ച് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുൻഗണനാക്രമം അനുസരിച്ച് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടായിരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ മാതാപിതാക്കൾ, മക്കൾ, ഇങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ ഒരു യൂണിറ്റ് നമ്മൾ സങ്കല്പിക്കുക. ഇതിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടായിരിക്കണം? നമ്മളൊരു മനസ്സെന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടായിരിക്കണം എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. പ്രവാചകൻ അതിന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കടപ്പാട് ആരോടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടാവണം എന്നാണ്. ഇത് ഒരു തവണ അല്ല പറഞ്ഞത്, പിന്നെയോ അപ്പോഴും പറഞ്ഞു അമ്മയോട്. അതിനുശേഷം പ്രവാചകരെ പിന്നാരോടാണ്? അപ്പോഴും പറഞ്ഞു നിന്റെ അമ്മയോട്. മൂന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ അച്ഛനോട്, പിതാവിനോട്. ഇത് 3 തവണ ഇങ്ങനെ ആവർത്തിക്കാൻ കാരണം എന്താ? 3 കാര്യത്തിൽ കൂടുതൽ പ്രയാസം മാതാവ് അനുഭവിക്കുന്നുണ്ട്. എന്ത് നൊന്ത് ആ ഒരു പ്രസവ ആ ഗർഭാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ ഊണും ഉറക്കവും ഒഴിച്ച് ഭക്ഷണം വരെ മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയാതെ അങ്ങനെ ഒരു ഘട്ടമുണ്ടല്ലോ. ആ 10 മാസക്കാലത്തെ കൊണ്ടു നടത്തം, അത് കഴിഞ്ഞിട്ട് ആ പ്രസവം എന്ന് പറയുന്ന അതിൻ്റെ ഒരവസ്ഥ, അത് പുരുഷന്മാർക്ക് മനസ്സിലാവാത്ത, എന്നാൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടല്ലോ, ഇത് പിതാവ് അറിയാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല ആ ഇളം പ്രായത്തിൽ ഊണും ഉറക്കവും ഒഴിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വളർത്തുന്നൊരു ഘട്ടമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മാതാവ് അനുഭവിക്കുന്ന ഇത്, അതുകൊണ്ട് തന്നെ മാതാവിനോട് എന്തുണ്ട് കടപ്പാട് ആ അർത്ഥത്തിൽ. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്നുവരെ പ്രവാചകൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ പിതാവിനോടുള്ള കടപ്പാട് മാത്രമല്ല പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത്. പിന്നെ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം, മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രീതി. അപ്പം ദൈവപ്രീതിക്കുള്ള വഴി എന്താ? നേർച്ചകളും വഴിപാടുകളും പൂജകളുമല്ല. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ദൈവപ്രീതിക്ക് എന്താ ചെയ്യുന്നത്? നേർച്ചകളും വഴിപാടുകളും. അങ്ങനെ ഉണ്ടല്ലോ. ദൈവത്തിന് ഇതിനെ കാശ്, അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ദൈവത്തിന് നമ്മുടെ കാശിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടല്ലോ. കാശ് കൊടുത്തിട്ട് മനുഷ്യൻ കൈക്കൂലിക്കാരനും ദൈവം, മനുഷ്യൻ കൈക്കൂലി കൊടുക്കുന്നവരും ദൈവം കൈക്കൂലിക്കാരനും എന്ന ഒരു സങ്കല്പം ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല, പുരോഹിതന്മാർ പഠിപ്പിച്ചതാണ്. ദൈവത്തിന് കാശിൻ്റെ ആവശ്യമില്ല. ദൈവം നോക്കുന്നത് കടപ്പാടുകൾ ഭൂമിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നവരാര് എന്നുവെച്ചാൽ നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതായിരുന്നു പരീക്ഷിക്കുവാൻ ജീവിതമരണങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ സൃഷ്ടിച്ചത് ദൈവം നോക്കുന്നത് നമ്മളുടെ മനസ്സുകളിലേക്ക്, നമ്മളുടെ കർമ്മങ്ങളിലേക്ക്. അതനുസരിച്ച് മാതാപിതാക്കളോടുള്ള ഈ കടപ്പാടുകൾ പൂർത്തീകരിച്ചു കൊണ്ടല്ലാതെ സൃഷ്ടാവിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ പ്രീതി അസാധ്യമാണെന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ബോധമായി വരുമ്പോൾ എന്ത് സംഭവിക്കും? മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും സംതൃപ്തിയോടുകൂടി, എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പത്രത്തിലൊരു വാർത്ത വായിച്ചു, മനോരമ പത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയലായിട്ട് തന്നെ വന്നിരുന്നു. സൗദിയിലൊരു സംഭവം ഉണ്ടായി. ഒരു പിതാവ് ഒരു അനിയൻ ജ്യേഷ്ഠനെതിരെ കേസ് കൊടുക്കുന്നു. കേസെന്താ എന്ന് പറഞ്ഞാൽ 102 വയസ്സ് മറ്റൊന്നാണ് എൻ്റെ ഓർമ്മ, വയസ്സുള്ള പിതാവിനെ നോക്കാനുള്ള അനുവാദം എനിക്ക് കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠനെതിരിൽ അനിയൻ കേസ് കൊടുക്കുക. കാരണം ജ്യേഷ്ഠൻ്റെ കൂടെയാണ് പിതാവുള്ളത്, അനിയനെ നോക്കാൻ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ കേസ് കൊടുക്കുക വെച്ചാൽ പിതാവിനെ സംരക്ഷിക്കാൻ മത്സരിക്കുന്ന മക്കളെ സൃഷ്ടിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ ഈ അധ്യാപനത്തിന് ഈ കാലത്ത് പ്രസക്തി ഇല്ല എന്നാ. ഇത് ഈ ഉത്ബോധനത്തിന് ഇന്ന് പ്രസക്തി ഇല്ലേ? വൃദ്ധസദനങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം, അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ മാതാപിതാക്കളല്ല അവിടെ ഉള്ളത്. അങ്ങനെയല്ലോ. നല്ല വിദ്യാസമ്പന്നരായ ആളുകളുടെ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ വൃദ്ധസദനങ്ങളിലുള്ളത്. ഇത് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ഈ ബോധത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോഴാണ് മനുഷ്യൻ എന്തായി മാറുന്നത്? മനുഷ്യനായിട്ട് മാറുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിൽ മാതാപിതാക്കളോടുള്ള മനുഷ്യൻ്റെ കടപ്പാട് ഇത് ഒരു ബോധമായി വന്നാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. കാരണം പക്ഷിമൃഗാദികൾ പോലെ അല്ലല്ലോ ഇത്. ഈ വൃദ്ധരുടെ ഒരു പ്രശ്നം
പക്ഷിമൃഗാദികൾക്കിടയിൽ വൃദ്ധരുടെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ മനുഷ്യർക്കിടയിൽ വൃദ്ധർ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ജപ്പാനിലൊക്കെ വൃദ്ധരുടെ ആത്മഹത്യ ഒരു വിഷയമാണ്. കാരണം കുടുംബമില്ല സംരക്ഷിക്കാൻ എന്നത് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ സംവിധാനത്തെ, ഈ യൂണിറ്റിനെ ആ അർത്ഥത്തിൽ ഭദ്രമാക്കേണ്ടതുണ്ട്. ഇതാണ്. ഇന്ന് മാത്രമല്ല, അപ്പോൾ പുതിയ തലമുറയിൽ വരുമ്പോൾ അവിടെ മക്കളാണ്. മക്കളിൽ ഉണ്ടാവുമല്ലോ ആണും പെണ്ണും. ഈ ആണും പെണ്ണും ജനിക്കുമല്ലോ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ആണും പെണ്ണും ജനിക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, വിവാഹം കഴിച്ച ഒരാൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ആ ജനിക്കുന്ന കുഞ്ഞ് ആണാവണം എന്നാണോ പെണ്ണാവണം എന്നാണോ ആഗ്രഹിക്കുക? ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആണാവണം എന്നാണോ പെണ്ണാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ആണാവണം. പെണ്ണുങ്ങളും അതന്നെ പറയാ. ഇതല്ല ഇതിൻ്റെ ഒരു വിരോധാഭാസം. നമ്മൾ നോക്കുക, പെണ്ണുങ്ങളും പറയുന്നത് എന്താണ്? ആണാവണം. ഈ പെണ്ണുങ്ങൾ വല്ല അപരാധം നമ്മളോട് ചെയ്തിട്ടുണ്ടോ? ഈ പെൺകുട്ടികൾ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരെ കുറ്റവാളികളെ പോലെ നമ്മൾ കാണാൻ കാരണമാരാണ്? നമ്മളെ ഇതിന് പ്രേരിപ്പിച്ചതാരാണ്? ഇതാണ് വിഷയം. നമ്മളെ കുറ്റവാളികളാക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്ഥിതി ഇതിന് കാരണമാണ്. നമ്മളെ ഈ മനസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വ്യവസ്ഥിതിക്കും പങ്കുണ്ട്. ഇവിടെ ഈ കുട്ടികളുടെ വിഷയത്തിൽ അതിൽ തന്നെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തുള്ളൊരു പ്രശ്നമാണ്. എന്തെന്നറിയോ? പെൺകുട്ടികൾ ജനിക്കുന്നതിനെ അശുഭലക്ഷണമായിട്ടും അത് പ്രയാസമായിട്ടും പ്രവാചകന്റെ കാലത്ത് അങ്ങുന്നുണ്ടായിരുന്നു. അറേബ്യയിലെ ചില ഗോത്രങ്ങളിലൊക്കെ ഒരു കുട്ടി പെണ്ണായി ജനിച്ചാൽ അവർ എന്താവും? അസ്വസ്ഥപ്പെടും. മാത്രമല്ല, അവർ വന്നു കഴിഞ്ഞാൽ അവരെ ജീവനോടെ തന്നെ കുഴിച്ചുമൂടിയിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകൻ വരുന്നത്. എന്നിട്ട് അവരോട് പറയുന്നത്, ആ കാഴ്ചപ്പാടിനെ തന്നെ പ്രവാചകൻ തിരുത്തുകയാണ്. അല്ലേ? നിങ്ങൾ ആ കാഴ്ചപ്പാട് തിരുത്തണം. നിങ്ങളിൽ ആരെങ്കിലും 2 പെൺമക്കൾ മൂലം, അല്ലെങ്കിൽ 2 സഹോദരിമാർ, അല്ലെങ്കിൽ 3 പെൺമക്കൾ മൂലം, അല്ലെങ്കിൽ സഹോദരിമാർ മൂലം പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കുകയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ പെൺജന്മം പാപമല്ല, പുണ്യജന്മങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് പെൺജന്മം യഥാർത്ഥത്തിൽ എന്തല്ല? അത് യഥാർത്ഥത്തിൽ ശകുനമല്ല, അത് പാപവും അശുഭ ലക്ഷണവുമല്ല, അത് പുണ്യജന്മങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചപ്പാടുകളെ തിരുത്തുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് മാറിയാൽ, ഈ കാഴ്ചപ്പാട് മാറുന്നതോടുകൂടിയാണ് സമീപനങ്ങൾ മാറുക. അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിക്കുന്നത് എന്തായിരിക്കും? ഒരു പ്രശ്നം. ഈ പെൺകുട്ടികൾ നിരപരാധികളാണ്. നിരപരാധികളെ ഇങ്ങനെ വെറുക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഈ കാഴ്ചപ്പാട് തിരുത്തണ്ടേ? എങ്ങനെ മനുഷ്യനെ ആവുക? ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അത് പേടിയാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യന് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനുഷ്യനാവുന്നത് എങ്ങനെ? അപ്പോൾ ഈ മനുഷ്യനെ മനുഷ്യനാക്കണമെങ്കിൽ കാഴ്ചപ്പാട് മാറ്റണം. ഇതിന് യഥാർത്ഥത്തിൽ നമ്മൾ പള്ളികളിലും ചർച്ചകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പൂജയും വഴിപാടും നേർച്ചകളും നടത്തിയ തീരുന്നതല്ല വിഷയം. കാഴ്ചപ്പാട് മാറണം. ഇതാണ് പ്രവാചകന്മാർ ചെയ്തത്. മനുഷ്യനെ മനുഷ്യനാക്കാൻ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ ഇത് മാറണം. അങ്ങനെ മാറുമ്പോഴാണ് സമീപനങ്ങൾ മാറുക. അപ്പോൾ ചേർത്ത് പിടിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് ഖത്തറിൽ പോയ സമയത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ വന്നിട്ട് സങ്കടം പറയാം. എന്താ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ പിന്നെ ആദ്യം ഒരു കുഞ്ഞുണ്ട്, പെൺകുട്ടിയാണ്. രണ്ടാമത് ഗർഭിണിയാണ്. അപ്പോൾ ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണ്. ഭാര്യയുടെ ആവശ്യം കുട്ടിയെ എങ്ങനെയെങ്കിലും അബോർഷൻ വിധിയാക്കണം. ഇദ്ദേഹത്തിന് ഇതിനൊട്ട് സമ്മതമല്ല. അതിൻ്റെ പേരിൽ കുടുംബ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യും? വല്ലാത്ത പ്രതിസന്ധിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഞാനപ്പോൾ ഇതല്ല എൻ്റെ ചിന്തയിൽ വന്ന കാര്യം മറ്റൊന്നാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? നമ്മുടെ നാട്ടിൽ അറിയില്ലല്ലോ, ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ പെൺകുട്ടികൾ ആണാണോ പെണ്ണാണോ, ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം ഇവിടെ എന്തല്ല, തെറ്റല്ല. കാരണം പെൺകുട്ടികൾ ജനിക്കുന്നത് പേടിയല്ല, അതുകൊണ്ട് ലിംഗനിർണ്ണയം പാപമല്ല. പക്ഷെ നമുക്ക് എന്താണ്, പെൺകുട്ടികൾ ജനിക്കുന്നത് പേടിയാണ്. അപ്പം എന്താ സംഭവിക്കുക? പ്രവാചകന്റെ കാലത്ത് ജനിച്ചതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? കൊല്ലുള്ളൂ. കാരണം ഗർഭസ്ഥ ശിശു ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള അറിവ് അവർക്കില്ല, വിജ്ഞാനമില്ല. ഇന്ന് വിജ്ഞാനം കൂടിയപ്പോൾ സംഭവിക്കുന്നത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ഈ ലിംഗനിർണ്ണയം ക്രിമിനൽ കുറ്റമായി നമ്മളെ ക്രിമിനലുകളാക്കുന്നത് ആരാണ്? നമ്മൾ സ്വയം ക്രിമിനലുകളാവുന്നതല്ല. ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ, കാഴ്ചപ്പാടുകൾ ഇത് മാറ്റിയാലല്ലാതെ ഈ അവസ്ഥ മാറില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അതെന്തല്ല, അത് യഥാർത്ഥത്തിൽ പേടിയല്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറണമെങ്കിൽ ഈ കാഴ്ചപ്പാടുകൾ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ സ്ത്രീകൾക്കും, ഇവിടെ ഈ സ്ത്രീ വിമോചന ആളുകൾ ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ തീരുമോ ഈ പ്രശ്നം? ഒരു പ്രശ്നം തീരില്ല. കാഴ്ചപ്പാടുകൾ മാറണം. ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണ് അപ്പോഴാണ് മനുഷ്യൻ രൂപപ്പെടുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബം, സമീപന, കാഴ്ചപ്പാടുകൾ. മാത്രമല്ല അതിൽ ചിട്ടകൾ, വ്യവസ്ഥകൾ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ
പഠിപ്പിക്കപ്പെട്ട മര്യാദ ഉണ്ട്. അതിൽപ്പെട്ടതാണ് കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്തുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്? കാരണം ആ ഒരുമിച്ചിരിക്കലിലാണ് ഈ പങ്കുവെപ്പുകളൊക്കെ നടക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഇപ്പോൾ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ, ഇന്നിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരം ഒന്ന് അടുത്തിരിക്കാൻ പോലും അവസരമില്ലാത്ത വിധം മനുഷ്യരൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, വേറെ വേറെ ലോകങ്ങളിലാണ് ഓരോ വ്യക്തികളും എന്ന അവസ്ഥ. പക്ഷെ പ്രവാചകൻ അന്നേ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ആവരുത്. നിങ്ങൾ വേറെ വേറെ ആവുമല്ല, ചേർന്ന് നിൽക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അതിന് മര്യാദകളുണ്ട്. എന്നാ മര്യാദകൾ? ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കേണ്ടത്. അതെന്തിൻ്റെ ഭാഗമാണ്? ചിട്ടയുടെ ഭാഗമായത്. ഇടത് കൈ കൊണ്ട് കഴിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. മാത്രമല്ല കഴിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? കൈ കഴുകണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെന്തിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ അത് വൃത്തിയുടെ ഭാഗമാണ്. അല്ല, ഈ മനുഷ്യനെ ഈ കൾച്ചർ എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് അങ്ങനെയാണ്, വൃത്തിയുടെ ഭാഗമാണ്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം ദൈവനാമത്തിൽ കഴിക്കണം. അത് നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാം നൽകിയ ദൈവത്തോടുള്ള നന്ദിയുടെ ഭാഗമാണെന്ത്? ദൈവത്തിൻ്റെ നാമത്തിൽ കഴിക്കണം എന്ന് പറയുന്നു. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണം. അനുവദനീയമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യന് രണ്ട് രീതിയിൽ സമ്പാദിക്കാൻ കഴിയും. തെറ്റായ മാർഗത്തിലൂടെയും ശരിയായ മാർഗത്തിലൂടെയും സമ്പാദിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അന്നത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലും തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച നയാ പൈസ എൻ്റെ വരുമാനത്തിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തൽ ദൈവപ്രീതിക്ക് അതാണ് കാരണമാവുക. എൻ്റെ വരുമാനത്തിൽ തെറ്റായ മാർഗത്തിൽ സമ്പാദിച്ച നയാ പൈസ ഇല്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണം 100% ഹലാലാണ്, അനുവദനീയമാണ്, ഹറാമല്ല, നിഷിദ്ധമല്ല എന്ന് ഉറപ്പുവരുത്തൽ ഇതാണ് ദൈവപ്രീതിക്ക് കാരണമാവുക. ഇപ്പം സംഭവിക്കുന്നത് അല്ലേ, കള്ളക്കടത്തുകാർ വരെ നേർച്ചകൾ വഴിപാടുകൾ ചെയ്ത് ദൈവപ്രീതി, ദൈവത്തിൻ്റെ സഹായം തേടുന്നത്. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഉള്ള ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ കർമ്മങ്ങളെ, ജീവിത വിശുദ്ധിയെ, ഇതിനെയാണ് നോക്കുന്നത്. അങ്ങനെ ജീവിത വിശുദ്ധി. അപ്പം അങ്ങനെ എൻ്റെ വരുമാനത്തിൽ അങ്ങനെ ഹറാമായ അല്ലെങ്കിൽ തെറ്റായതൊന്നും ഇല്ലെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതോടുകൂടി ഒരു മനുഷ്യൻ മാത്രമല്ല, അങ്ങനെ വരുന്നതോടുകൂടി സമൂഹം, കുടുംബം എല്ലാം അങ്ങനെയല്ലേ മാറുക? അങ്ങനെയല്ലേ മാറേണ്ടത്, അങ്ങനെയല്ലേ മാറ്റേണ്ടത്. അങ്ങനെ അത് സാധ്യം, അതിലൂടെയാണ് അത് സാധ്യമാവുക. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു നിബന്ധനയിൽപ്പെട്ടതാണ് അത് അനുവദനീയമാണോ. ഇപ്പോൾ രണ്ട് അർത്ഥത്തിൽ നിഷിദ്ധമാവും. ചിലത് സ്വയം അനുവദനീയമായത്, ചിലത് നിഷിദ്ധമായത്, ചിലത് വരുന്ന മാർഗമനുസരിച്ച് നിഷിദ്ധമായത്. അപ്പോൾ സ്വയം നിഷിദ്ധമായത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാം സ്വയം നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ഉദാഹരണമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ മദ്യം അല്ലേ, മദ്യം സ്വയം തന്നെ നിഷിദ്ധമാണ്. അത് ശരിയായ മാർഗത്തിൽ ലഭിച്ചാലും പാടില്ല. തേന് പക്ഷെ അങ്ങനെയല്ല. തേൻ ഒരാൾക്ക് കുടിക്കാം, അനുവദനീയമാണ്. പക്ഷെ തെറ്റായ മാർഗത്തിൽ ലഭിച്ചാണെങ്കിൽ തേനും പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ശരിയായ മാർഗത്തിലൂടെ ലഭിച്ച കള്ള് കുടിക്കാൻ പാടില്ല, തെറ്റായ മാർഗത്തിലൂടെ ലഭിച്ച തേനും കുടിക്കാൻ പാടില്ല. ഇതാണ് ജീവിത വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കുക. ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനായിട്ട് മാറുക. അങ്ങനെ ഉണ്ടല്ലോ. ഇതല്ലാത്തൊരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെ മനുഷ്യനെ ആക്കി മാറ്റുന്ന ഒരു വളരെ ലളിതമായ സമവാക്യമാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും. മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെയുള്ള മര്യാദയിൽപ്പെട്ട മറ്റൊന്നാണെന്ത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ സത്യവിശ്വാസിയല്ല. അങ്ങനെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത, അത് അയൽവാസിയുടെ വിശപ്പറിയൽ, ഇതാണ് യഥാർത്ഥത്തിൽ അതാണ് ആരോ മുമ്പൊരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. എന്നാൽ എൻ്റെ അയൽവാസിക്ക് വിശക്കുന്നുണ്ട് ഞാൻ അറിയുകയും അത് പരിഹരിക്കാൻ ഞാൻ ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അതാകുന്നു ആത്മീയത. ഈ ആത്മീയതയെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. ഈ ആത്മീയതയല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഈ ആത്മീയതയും നമ്മളിന്ന് ക്ഷേത്രത്തിനും പള്ളിക്കും വേണ്ടിയിട്ടുള്ള തല്ലുകൂടുന്ന ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതും തമ്മിലൊരു ബന്ധമില്ല. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാക്കാനുള്ള ഇതിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടോ? നമ്മൾ ശരിക്കും വിശകലനം ചെയ്യേണ്ട, പഠിക്കേണ്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ അതായത് എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അയൽവാസി മാത്രമല്ല സമൂഹം. അങ്ങനെ ഉണ്ടല്ലോ. അതിൽ അങ്ങോട്ട് വികാസം പ്രാപിച്ച് സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നോക്കി കാണേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സമൂഹത്തെ നോക്കി കാണുന്നത് പോലും അല്ലേ നിറവും അതിൻ്റെ അവസ്ഥ ഒക്കെ നോക്കിയിട്ടാണ്. കറുപ്പിന് വെറുപ്പായി മനുഷ്യന് തോന്നാനുള്ള കാരണം എന്താ? ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ തമ്മിലുള്ള ചർച്ചയല്ല കണ്ടത്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ തുറന്ന് പറയുകയാണെന്ത് കറുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമായിട്ട് തന്നെ. ഈ കറുപ്പിനെ വെറുപ്പായി കാണാനുള്ള കാരണം കണ്ണിന് കാഴ്ചയില്ലാത്തതല്ല. ഖുർആൻ പറയുന്നത് ഹൃദയങ്ങൾക്ക് അന്ധത ബാധിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണത്.
ഹൃദയങ്ങൾക്കാണ് മനുഷ്യൻ അന്ധത ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഉൾവെളിച്ചം നൽകുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക. അതനുസരിച്ച് എല്ലാ മനുഷ്യരെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ്റെ ഒരു കാഴ്ചപ്പാട് പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഒറ്റ മാതാപിതാക്കളുടെ മക്കളാണ്. ഒരൊറ്റ തറവാട്ടുകാരും ഒറ്റ കുടുംബക്കാരുമാണ്. അങ്ങനെ ഉണ്ടല്ലോ. നിറത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഇതിൻ്റെ പേരിൽ, കുലത്തിൻ്റെ, ദേശത്തിൻ്റെ, ഭാഷയുടെ പേരിൽ ആർക്കൊരു മഹത്വമില്ല. പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ധർമ്മബോധമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നല്ലവനാണ് നല്ലവൻ. കണ്ടല്ലോ, മഹത്വത്തിൻ്റെ അടിസ്ഥാനം നിറവും വർണ്ണവും കുലവും ഭാഷവും ദേശവും ഒന്നുമല്ല. ആരാണോ നല്ലവൻ അവനാണ് നല്ലവൻ. അതിനപ്പുറത്ത് ഒരാൾക്കൊരു മഹത്വമില്ല. ഇങ്ങനെ മനുഷ്യനെ ഈ അർത്ഥത്തിൽ മനുഷ്യനായി നോക്കിക്കാണുന്ന, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും അടിസ്ഥാനപരമായി ഒരേ മാതാപിതാക്കളുടെ മക്കൾ, അല്ലെ, ഒരേ തറവാട്ടുകാരും കുടുംബക്കാരുമാണെന്ന ബോധം, അല്ലെ, ഒരു സ്രഷ്ടാവിൻ്റെ സൃഷ്ടികൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരൊറ്റ കുടുംബക്കാരും തറവാട്ടുകാരും എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മനുഷ്യ സമൂഹത്തെ ഒന്നാക്കാനും നന്നാക്കാനുമുള്ള അധ്യാപനത്തെ മുമ്പിൽ വയ്ക്കുന്നത്. ആ അർത്ഥത്തിൽ മനുഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും തിന്മകളിൽ നിന്ന് മുക്തമായി നല്ല മനുഷ്യനായി മാറിയാൽ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ലോകത്ത് തന്നെ അവന് സമാധാനവും സ്വസ്ഥതയും ശാന്തിയുമാണ്. മറുഭാഗത്തോ ഈ ലോകം മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ ലോക ജീവിതം നശ്വരമാണ്. അനശ്വരമായ ഒരു ജീവിതം വരാനിരിക്കുന്നു. അത് മരണാനന്തരമാണ് വരാനിരിക്കുന്നത്. ഇത് മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല. അതിന് പകരം മരണം ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടമാണ്. ഒന്നാം ഘട്ടം മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതമാണ്. രണ്ടാം ഘട്ടം ഈ ലോകത്തുള്ള കർമ്മ ജീവിതമാണ്. മൂന്നാം ഘട്ടം അതിനേക്കാൾക്കൊക്കെ ദൈർഘ്യമുള്ള ശാശ്വതമായ പരലോക ജീവിതമാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ഈ ലോകത്ത് മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് വിധി പറയുന്ന, കാരണം ഇവിടെ മനുഷ്യന് നല്ല കാര്യവും ചീത്ത കാര്യവും ഒക്കെ ചെയ്യുക, എന്ത് ചെയ്താലും മനുഷ്യൻ്റെ ഒരു കഴിവും യോഗ്യതയും സ്ഥാനവും മാനമൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആത്മഹത്യ വേണമെങ്കിൽ കൊലപാതകമാക്കാം, കൊലപാതകത്തെ വേണമെങ്കിൽ ആത്മഹത്യയാക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിരപരാധികളും കുറ്റവാളികളും ഇല്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നിരപരാധികൾ ഇവിടെ ശിക്ഷിക്കപ്പെടും, കുറ്റവാളികൾ രക്ഷിക്കപ്പെടും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ ഇതൊന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ, ഇത് കുറ്റമറ്റ നീതി നടപ്പിലാകുന്ന ഒരു ഘട്ടം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം വരാനിരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന ഒരു യാഥാർത്ഥ്യത്തെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മനുഷ്യന് അതൊരു അവബോധമായി, അതൊരു യാഥാർത്ഥ്യബോധമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിട്ട് മാറും? ദൈവത്തിൻ്റെ പ്രീതിയും അവനതിന് പകരമായി സമ്മാനമായി നൽകുന്ന സ്വർഗവും അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് മാറും. ദൈവപ്രീതി ലക്ഷ്യമാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മുക്തനായി നന്മയുടെ മാർഗത്തിൽ, സന്മാർഗത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന ബോധം, ജീവിതത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന ബോധം, അല്ലെ, ഒരു നാഥനുണ്ടെന്ന ഒരു ബോധം, ജീവിതത്തിന് ഒരു ദിശാബോധം വരുന്നതോടുകൂടി ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഇതിലേക്കൊക്കെ മനുഷ്യൻ എത്തുന്നതോടുകൂടി തന്നെ മനുഷ്യൻ എന്താവും? ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സ്വാഭാവികമായിട്ട് മനുഷ്യന് വന്നു ചേരും. അങ്ങനെയാണ്. അതിനാണ് ഈ സാധാരണ ഇസ്ലാം എന്ന പദം ദൈവത്തിനുള്ള സമർപ്പണമാണ്, അനുസരണമാണ്. അങ്ങനെയല്ല, ആ ഒരു സമർപ്പണം, അതിന് വിധേയമായാൽ അറിയാതെ വന്നു ചേരുന്ന ഒന്നാണെന്ത്? ഈ ലോകത്ത് തന്നെ മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും, അതോടൊപ്പം പരലോകത്ത് മനുഷ്യന് ശാശ്വതമായ, ഇതെല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ, വേദങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്, ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമാണ്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യത്തെ, ഈ വസ്തുതയെ മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലം കൂടുതൽ ഈ അർത്ഥത്തിലുള്ള അധ്യാപനങ്ങൾ തേടുന്നുണ്ട് എന്നതുകൂടി നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ബാക്കി വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താനും അങ്ങനെ നല്ല മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി.